ഗുഡ് മോർണിംഗ്. വെൽക്കം ടു +1 പൊളിറ്റിക്സ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നിയമനിർമ്മാണ സഭയുടെ വിവിധ വിഭാഗങ്ങൾ, നിയമനിർമ്മാണ സഭയുടെ ധർമ്മങ്ങൾ, ലോകസഭ, രാജ്യസഭ, ലോക്സഭയുടെ പ്രത്യേക ധർമ്മങ്ങൾ, രാജ്യസഭയുടെ പ്രത്യേക ധർമ്മങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമായ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചാണ്. പാർലമെൻറ്റ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത് എങ്ങനെ? ഹൗ ഡസ് ദ പാർലമെൻറ്റ് കൺട്രോൾ ദി എക്സിക്യൂട്ടീവ്? പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള കക്ഷിയുടെയോ കൂട്ടുകക്ഷികളുടെയോ നേതാക്കളായിരിക്കും കാര്യനിർവഹണം നടത്തുന്നത്. ഭൂരിപക്ഷമുള്ള കക്ഷിയുടെ അനുഗ്രഹത്തോടുകൂടി അപരിമിതവും ഏകപക്ഷീയവുമായ അധികാരം കൈയാളാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവുകയില്ല. ഈ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ മന്ത്രിസഭയ്ക്ക് ഒരു ഏകാധിപതിയെപ്പോലെ അല്ലെങ്കിൽ ഏകാധിപത്യ സ്വഭാവം ഉണ്ടാകുന്നു. അപ്പോൾ മന്ത്രിസഭ തോന്നിയതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. സഭ മന്ത്രിസഭയുടെ കയ്യിൽ വെറുമൊരു പാവയായി മാറും. ഇത്തരത്തിലുള്ള പ്രവണതയ്ക്ക് തടയിടാൻ സഭ കാര്യക്ഷമവും ജാഗരൂകവുമാവണം. അപ്പോൾ മാത്രമേ നിരന്തരമായും ഫലപ്രദമായും കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളെ ചെറുക്കുവാൻ സാധിക്കുകയുള്ളൂ. കാര്യനിർവഹണ വിഭാഗത്തിന് കടിഞ്ഞാണിടാൻ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ പല ഉപാധികളുമുണ്ട്. പക്ഷേ അവയിൽ ഏറ്റവും പ്രധാനം സഭയിലെ അംഗങ്ങളുടെ പ്രവർത്തനമാണ്. അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട സഭയിലെ അംഗങ്ങൾ കാര്യക്ഷമമായും നിർഭയമായും തങ്ങളുടെ അധികാരങ്ങളും സ്വാതന്ത്ര്യവും ഉപയോഗപ്പെടുത്തണം. ഉദാഹരണത്തിന്, സഭയിൽ അംഗത്തിന് സഭ്യതയുടെ അതിർവരമ്പ് ലംഘിക്കാത്ത വിധത്തിൽ എന്തു കാര്യം വേണമെങ്കിലും പറയാം. അതിന് ഒരു നടപടിയും ആ അംഗത്തിനെതിരെ എടുക്കാൻ പാടില്ല. ഇതിനാണ് പാർലമെൻറ്റിൻ്റെ വിശേഷാനുകൂല്യം എന്ന് പറയുന്നത്. ഈ വിശേഷാനുകൂല്യം ലംഘിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അവസാന തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള അവകാശം സഭയുടെ അധ്യക്ഷന് അഥവാ സ്പീക്കർക്ക് മാത്രമാണ്. ലോകസഭയിൽ, രാജ്യസഭയിൽ അത് ഉപരാഷ്ട്രപതിക്കുമാണുള്ളത്. ജനകീയ പ്രശ്നങ്ങൾ ജനപ്രതിനിധികൾ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് നാം മാധ്യമങ്ങളിൽ കൂടി അറിയാറുണ്ട്. അങ്ങനെ ആ വക പ്രശ്നങ്ങൾക്ക് സത്വര പരിഹാരം കാണുന്നതിനും സാധിച്ചിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് അവർ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നുവെന്നും അവരുടെ പ്രശ്നങ്ങൾ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി സാധിച്ചെടുക്കുന്നുവെന്നുമാണ്. ഇതിനും പുറമെ ജനപ്രതിനിധികൾ സഭയിൽ ഉന്നയിക്കുന്ന പല കാര്യങ്ങളും മന്ത്രിസഭയുടെ മേൽ ഫലപ്രദമായ നിയന്ത്രണം കൊണ്ടുവരുന്നതിന് ഇടയാക്കുന്നു. ഇതിനാണ് അവർക്ക് വിശേഷാനുകൂല്യങ്ങൾ നൽകിയിരിക്കുന്നത്. സഭ എങ്ങനെയാണ് നിയന്ത്രണങ്ങൾ പ്രയോഗിക്കുന്നതെന്നും അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ അതിക്രമങ്ങളെ ചെറുക്കാൻ പാർലമെൻ്ററി നിയന്ത്രണങ്ങൾ പര്യാപ്തമാണോ എന്നുമുള്ള കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടതുണ്ട്. ലാസ്റ്റ് ക്ലാസ്സസ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദി ലെജിസ്ലേച്ചർ. വാട്ട് ഈസ് ലെജിസ്ലേച്ചർ? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ലെജിസ്ലേച്ചർ? സ്പെഷ്യൽ പവേഴ്സ് ഓഫ് ദി ലോക്സഭ ആൻഡ് സ്പെഷ്യൽ പവേഴ്സ് ഓഫ് ദി രാജ്യസഭ. Today we are going to discuss about how does the parliament control the executive. ഇന്ന് നമ്മൾ in every political system there is the possibility of the executive becoming extra powerful. This may lead to dictatorship. This can happen even in democracies. In a parliamentary democracy like India, the cabinet is the executive. The cabinet is drawn from a party or a coalition of parties. It is possible for the cabinet to assume dictatorial powers if it has the support of the majority in the Lok Sabha. Here there is a danger that parliamentary democracy may degenerate into cabinet dictatorship. This has to be avoided. This can be done only if the parliament is vigilant and active. If the parliament is to be vigilant and active, the parliamentarians have to be given freedom to work without fear. This freedom is given to the parliamentarians through parliamentary privilege. This provision gives privilege to parliamentarians to speak fearlessly in the parliament.
No action will be taken against them for saying anything in the parliament. Of course, the privileges should not be breached. The issue of the breach of privilege is decided by the presiding officer of the legislature. പാർലമെൻ്ററി നിയന്ത്രണത്തിനുള്ള ഉപകരണങ്ങൾ. പാർലമെൻറ്റിനെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാനുള്ള ഉപകരണങ്ങൾ. പാർലമെൻ്ററി വ്യവസ്ഥയിൽ സഭ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്തം ഉറപ്പുവരുത്തുന്നുണ്ട്. നയരൂപീകരണ ഘട്ടം, നയം അല്ലെങ്കിൽ നിയമം നടപ്പാക്കുന്ന ഘട്ടം, നടപ്പാക്കിയതിന് ശേഷമുള്ള ഘട്ടം എന്നിങ്ങനെ ഇത് പല ഘട്ടങ്ങളിലായാണ് സാധിച്ചെടുക്കുന്നത്. സഭ ഇതിന് ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ്: 1. ഗാഢമായ പര്യാലോചനകളും ചർച്ചകളും, ഡെലിബറേഷൻ ആൻഡ് ഡിസ്കഷൻ. നിയമങ്ങൾക്ക് അനുമതി നൽകൽ അല്ലെങ്കിൽ നിരാകരിക്കൽ, അപ്രൂവൽ ഓഫ് റിഫ്യൂസൽ ഓഫ് ലോ. ധനപരമായ നിയന്ത്രണം, ഫിനാൻഷ്യൽ കൺട്രോൾ. അവിശ്വാസ പ്രമേയം, നോ കോൺഫിഡൻസ് മോഷൻ എന്നിവ. ഇറ്റ് വിൽ ബി ഡിസ്കസ് ലേറ്റർ. ഇൻസ്ട്രുമെൻറ്റ് ഓഫ് പാർലമെൻ്ററി കൺട്രോൾ. ടു പ്രിവെൻറ്റ് ദ എക്സിക്യൂട്ടീവ് ഫ്രം അസ്യൂമിങ് ഡിക്റ്ററ്റോറിയൽ പവേഴ്സ്, the parliament has to control the executive. This control can be exercised through a variety of instruments such as deliberation and discussion, approval or refusal of laws, financial control, no confidence motion. These are the instruments of parliament to control over executive. We will discuss these instruments in detail later. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായും ചെറിയൊരു കാര്യം മാത്രമാണ് പറഞ്ഞത്. എങ്ങനെയാണ് പാർലമെൻറ്റ് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്ത് വളരെ പ്രധാനമാണ്. 5 വർഷത്തിലൊരിക്കലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 5 വർഷം മുതൽ അടുത്ത 5 വർഷം വരെ സ്വാഭാവികമായും ഒരു ഭരണകൂടം ഏകാധിപതികളെ പോലെ പെരുമാറും. അവർക്ക് ഇഷ്ടമുള്ളത് നടപ്പാക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്. അതിനെ മറികടക്കണമെങ്കിൽ നിയമനിർമ്മാണ സഭ ശക്തമായിരിക്കണം. എന്നാൽ ഇന്ന് പല നിയമങ്ങളും നിയമനിർമ്മാണ സഭയിൽ ഒരു ചടങ്ങ് മാത്രമായിട്ടാണ് മാറുന്നത് എന്നതൊരു പ്രശ്നമാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തെ മറികടക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞത്. അതെങ്ങനെയാണ്, അതിനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. പ്രധാനമായും 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന്, വാട്ട് യു മീൻ ബൈ ദ പാർലമെൻറ്റ് കൺട്രോൾ എക്സിക്യൂട്ടീവ്. പാർലമെൻറ്റ് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? രണ്ടാമത്തത്, വാട്ട് ആർ ദ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് പാർലമെൻ്ററി കൺട്രോൾ. പാർലമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഉപാധികൾ എന്തൊക്കെയാണ്? ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ആൻസർ എഴുതി എനിക്ക് അയച്ചു തരിക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.